ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ അനിയന് കാറ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ യാത്രയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറിനൊരു ലോങ് ഡ്രൈവും കിട്ടും. ഫൈനലി നമ്മൾ മൂന്നാർ എത്തിയായിരുന്നു. നമ്മൾ രാവിലെ 1 മണിക്ക് തിരിച്ചതായിരുന്നു. നമ്മളൊരു 6-6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാറിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വാട്ടർഫോൾസൊക്കെ കണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി. എന്നിട്ട് നമ്മൾ നേരെ മൂന്നാർ ടൗണിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ റിലേറ്റീവ്സിന് വീടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റിലേറ്റീവ്സിന് വീടിൻ്റെ അടുത്ത് തന്നെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കൊന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വിശപ്പായതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടുത്തെ കാഴ്ച അവസാനിപ്പിച്ച് നമ്മളെല്ലാവരും കൂടെ മൂന്നാർ ടൗണിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് നല്ല ചൂട് അപ്പവും മുട്ടക്കറിയും അതുപോലെ തന്നെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്ത്. പക്ഷേ ഫ്രണ്ട്സ്, ഒന്നിനും ഉപ്പില്ലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം എങ്ങനെയോ കഴിച്ചു തീർത്തു. പിന്നെ നമ്മൾ കഴിക്കുന്നേ കണ്ടാൽ ഭയങ്കര ടേസ്റ്റ് എന്ന് വിചാരിക്കും. ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു സൺറൂഫുള്ള കാർ. അപ്പോൾ അനിയും കാറ് വാങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സൺറൂഫുള്ള കാറ് മതിയെന്ന് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ കാറിലിങ്ങനെ സൺറൂഫിൻ്റെ വെളിയിൽ തലയൊക്കെ ഇട്ടിട്ട് അവിടുത്തെ കാറ്റൊക്കെ ആസ്വദിച്ച് പോകണമെന്ന് ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. അതും സാധിച്ചു. കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ അമരൻ മൂവിയിലെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഷൂട്ടിംഗ് സ്ഥലമൊക്കെ കണ്ട് അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. ഞാൻ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയാണെങ്കിൽ ഒരു ചെടിപ്രാന്തനാണ്. അപ്പോൾ പോകുന്ന വഴിയെ കണ്ട ചെടികളെല്ലാം മോട്ടിച്ചെടുത്തായിരുന്നു ഇപ്പോൾ അവിടുത്തെ നമ്മളെല്ലാം കാഴ്ച കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ ഒരാൾ മാത്രം പോകുന്ന വഴിക്കുള്ള ചെടികൾ നോക്കിയാണ് വരുന്നത്. അപ്പോൾ ഒന്നും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നേ ഇല്ല. കണ്ണ് മൊത്തം പോകുന്നത് വഴിയിലുള്ള ചെടികളിലേക്കാണ്. നമ്മളിനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ലൊക്കേഷൻ കാണാനാണ്. അപ്പോൾ കോളേജിൻ്റെ സൈഡിലെ വ്യൂസ് എല്ലാം അടിപൊളിയാണ്. നല്ല ക്ലൈമറ്റും നല്ല ആംബിയൻസുമാണ്. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുന്നൊരു ലൊക്കേഷനും കൂടെയാണ്. ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ ഞാനും എൻ്റെ അനിയനോട് കുറച്ച് ഒരു ഷോയ്ക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്തത് എൻ്റെ പപ്പയുടെ തന്നെയാണ്. സൺഗ്ലാസൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പോൾ പപ്പയുടെ വിചാരം ഇപ്പോഴും 18 വയസ്സെന്നാണ്. കാരണം ഭയങ്കര ഫോട്ടോ ഷൂട്ടിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിവിടെ നേരെ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോയി. നമ്മൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. സോ നമ്മൾ കുറച്ച് നേരം നമ്മളെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ മാത്രം ഒന്ന് പോയി. ചേട്ടനാണെങ്കിൽ 6-7 ബലൂൺ ഷൂട്ട് ചെയ്തിട്ട് ഒന്നും അതിൽ കൊണ്ടില്ല. ലാസ്റ്റ് ഒരെണ്ണം കൊണ്ടതിൻ്റെ ഷോയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ദൂരോട്ടൊന്നും നമ്മൾ യാത്ര ചെയ്തില്ല. ജസ്റ്റ് 1 ഡേ ട്രിപ്പ് ആൻഡ് നമ്മൾ കാറിന് ഒരു ലോങ് ഡ്രൈവിന് ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് മൂന്നാർ വന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച്.